ഇത് നാളെ പുറത്തു വന്ന എന്റെ മകനും ഭാര്യയും കാണുമ്പോ മകൻ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും ഡാഡി കൂൾ. നിങ്ങൾ അറിഞ്ഞായിരുന്നു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് മാട്രിമോണി സർവീസ് ആണ് കേരള മാട്രിമോണി. ലക്ഷക്കണക്കിന് സക്സസ് സ്റ്റോറീസ്. ഇവനെ ഞാൻ വീഡിയോ എല്ലാരും പോയി കല്യാണം കഴിക്കാൻ തന്നെ കേരള മാട്രിമോണി പരസ്യത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ലാസ്റ്റ് ഡയലോഗാണ് പഞ്ച്, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കാതെ എല്ലാരും പോയിട്ട് അവനവന്റെ സക്സസ് സ്റ്റോറി കണ്ടെത്തും. ആരാന്ന് മനസ്സിലായില്ല, നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്തായാലും. പിന്നെ ഇവരെ കണ്ടിട്ട് 10ാം ക്ലാസ് ടെസ്റ്റ് ബുക്ക് കണ്ടിട്ട് ഞാൻ യാത്രക്ക് ഗാന്ധിജിന്റെ ഒപ്പം ചിരട്ടിളക്കി ഉണ്ടാവും. നല്ല നല്ല പരിപാടിയുണ്ടാവും. അത് തമാശയില്ല. ആ നല്ല പറ്റിണ്ടാവും. പവറ് റമസ്റ്റിയുടെ പെങ്ങളെ പോകായിരിക്കും. അത് കളിക്കും. മറ്റേ പ്ലാന്റ് ആയിരിക്കും. പ്ലാന്റ് ആണ് ഇങ്ങനെ ചെയ്യാൻ കഴിയണ്ടേ? പെട്ടെന്ന് ചോദിച്ചാ പിന്നെ എന്ത് പറയാ. അല്ല ഒരു സമയം കൊടുത്ത മുമ്പ് പാടിയത്. അയ്യോ മോന്തക്കെന്നെയാ കിട്ടി. അത് അറിഞ്ഞോണ്ട് കൊടുത്തതാണോ എനിക്കൊരു സംശയം ഉണ്ട്. അല്ല അല്ല എന്തോ ബോറടിച്ചപ്പോ അങ്ങനെ വെറുതെ തിരക്കായി പെങ്ങളെ കല്യാണം വിളിയായി. പിന്നെ പന്തല് ഉഷാറായി. അതെ അതെ അതെ. അതൊരു കോമഡി പറഞ്ഞാണ്, അല്ലാണ്ട് അവന്റെ കാര്യം പറഞ്ഞാണ്. അതൊരു ശരിക്കും ഒരു കോമഡി ഉണ്ട്, പഴയൊരു കോമഡി ഉണ്ട്. അങ്ങനെ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്നു, പെട്ടെന്ന് മരിച്ച് പിന്നെ പന്തലായി, ആളായി, ബഹളായി, വെള്ളടിയായി. അത് അയാളെ ഒന്നുകൂടി ഇതാക്കിയതാണ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ തപ്പി വേറെന്താ പണിയോന് പണി. മൂപ്പർക്ക് എങ്ങനെയാ പിന്നെ നിക്കാൻ പറ്റുന്നത്? ഇത്രയും വെയിറ്റ് ഉള്ള സാധനം വീണിട്ടും വലിയ കൂസലൊന്നുമില്ല. ഇവിടെ വീടില്ല, അവിടെ വീണോ? വീടില്ല, ഞങ്ങൾക്കാർക്ക് ഇവിടെ വിടാൻ പോണുള്ളു. എനിക്കിതിനെ വീട്ടില്ല. എന്താണത്? ഒന്നിനും പറ്റില്ല. ഈ വീഡിയോയിലെ എന്തൊക്കെ ഒരേ സമയം നടക്കുന്നുണ്ട് നോക്ക്. പട്ടിയുണ്ട്. കഷ്ടകാലം പിടിച്ചാണ്. ഒറ്റ പ്രേമിനല്ലേ കുതിരേനെ അടിക്കാൻ വരുമ്പോ ഒരുമിച്ച് വരും പറഞ്ഞു. പക്ഷെ എന്റെ വിശ്വാസം എനിക്ക് മാറ്റാൻ പറ്റില്ല. മറ്റുള്ളവരുടെ കണ്ണില് സദാനന്ദൻ അന്ധവിശ്വാസിയായിരിക്കാം, പക്ഷെ ആ വിശ്വാസം പിന്നെ അല്ല. ഇത് സത്യ, ഇത് സത്യമാണ്. എന്താണ് സത്യം? സത്യാണ്. എന്താണ് സംഭവം? ട്രൂ ലവ് അവസാനിച്ചിട്ടില്ല. അതിനൊക്കെ ഒരു പ്രായം ഉണ്ടോ ഈ ട്രൂ ലവിനൊക്കെ? ഇനി എവിടുന്ന പ്രായം? അല്ല അല്ല, ഈ കെട്ട് കഴിഞ്ഞവരൊക്കെ മാറിക്ക്, ബാക്കിയുള്ളവര് പറയട്ടെ. ആകെ ഞാനും നീയും കേവിയും ഉണ്ണി ഉണ്ടല്ലേ, സമാധാനം. ഉണർത്തുണ്ണീന്
ഉണ്ണീനല്ല കുട്ടനെ ഓർത്തുണ്ട്. എന്തിനാണ് ഇത്? ജീവൻ മരണ പോരാട്ടമാണ്. എന്താ ജീവിതത്തിൽ രണ്ടത്തെ മുട്ടിക്കാൻ പറഞ്ഞിട്ട് ഓനെ ഒട്ടിച്ച് വെച്ചോ. രണ്ടെണ്ണം മുട്ടിക്കും. ശശി പേടിപ്പിക്കുന്ന ഞങ്ങളെ. ചെറിയ വീഡിയോ അല്ലേ? എന്താണോ ആക്സിഡന്റ് ആണോ? ശരിക്കും ബ്ലോഗറിലൊക്കെ ഉണ്ടല്ലേ? ശശി കൃഷി 3യോ? ശശി ഇല്ലേ മറ്റേ ഇതിന്റെ അകത്തെല്ലാം മറ്റേ ഒമീഗിലെല്ലാം ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരില്ലേ? പഴയ നോക്കിയ ഫോൺ കിട്ടിയിരുന്നു. കറക്റ്റ് കേവി. ഇത് ഇറക്കി ഇതൊന്നും ചെയ്തൊക്കെ കേവി. തിരൂപിന്റെ കുട്ടി. കുട്ടിക്കാലം ഞാനും പറയാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും എടാ പിടിമേലേക്ക് കുട്ടിനെ വിടുന്നില്ല. ഇത് നാളെ പുറത്ത് വന്ന എന്റെ മകനും ഭാര്യയും കാണുമ്പോ ആലോചിക്കാൻ പറ്റും. മകൻ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും. ഡാഡി കൂൾ. ഇത് വിനു മോഹനെ വെച്ച് കൊറേ സത്യം പറഞ്ഞ വിനു മോന് ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. വിനു മോഹനാ ഗാലക്സി സ്റ്റാർ അല്ലേ? ഗാലക്സി നിവേദ്യൊക്കെ എന്ത് അടിപൊളി പടല്ലേ നിവേദ്യം. ഞാൻ ആ സമയത്തൊക്കെ കാണുമ്പോ നല്ല സൂപ്പർ പടേനു അത്. സൈക്കിളും അടിപൊളി. അതിനുശേഷം വലിയ ഹിറ്റ് എന്ന് പറയാൻ പിന്നെ പുലിമുരുകൽ ഒരു നിവേദ് ആദ്യം മറ്റേ ഉണ്ണി മുകുന്ദന് വെച്ച് ചെയ്യാൻ വിളിച്ചു, പിന്നെ ഇയാൾക്ക് പോയാന്ന് തോന്നുന്നു. അതും ഡേറ്റ് കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ട് എന്തോ ഒരു വിഷയം വെച്ചിട്ട് മാറി. ഇൻഡസ്ട്രിയിൽ അങ്ങനെ ആയിട്ടില്ല. ഈ സായികുമാറിന് എന്താ റിലേഷൻ ഇല്ലേ? സായികുമാറിന്റെ പെങ്ങളും ചെറിയ റിലേഷൻ ആണ്. അമ്മാവനും അതേപോലെ പുല്ലും കൊണ്ടുപോകുന്ന ചില ആൾക്കാർ. എന്റെ മോനെ അതിന്റെ മുകളിൽ ആളോ? ആളുണ്ട്. ലാസ്റ്റ് വർഷം എടുത്ത് ആനപ്പുറത്തിരിക്കുന്ന പോലെ. സോന കോണിയേരി പോയി. അടി ബൗൺസായി. മറ്റേ ഷോക്ക് അബ്സോർവർ. ഇതിന്റെ ഒരു കുറവുണ്ടേന്നുള്ളു. ഇത്ര വലിയ ഇതുപോലല്ല രാജടാ ബ്രഷ്. What is a trans gay man? Biologically female, but we're trans men and we're gay. We like guys. എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എടാ പറഞ്ഞ മനസ്സിലായോ? അതെങ്ങനെ ശരിയാവും? ഇവര് ജനിച്ചത് പെൺകുട്ടികളായിട്ട് പിന്നെ ഇവര് ഗേ മെൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ഇവർക്ക് ഇഷ്ടം ആണുങ്ങളെ. അതിനർത്ഥം കറക്റ്റ് അല്ലേ? സ്ട്രൈറ്റ് അല്ലേ? എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ? രാമുവിന്റെ മകനാണ് രാധ. രാധയുടെ അച്ഛനാണ്. ഭാവിയിൽ ഇതെല്ലാം PSC ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യത. അല്ല ആദ്യം ചോദിച്ചിട്ടേ രാജ മനസ്സിലായില്ല. ലാസ്റ്റ് സ്ട്രൈറ്റ് അല്ലേ വെച്ചപ്പോ അതേ വീണത് പോട്ടേക്ക് അങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കാനൊക്കെ വയലാർ എഴുതും അതേപോലെ
അതേ ടീഷർട്ട്. കുഞ്ഞ് കറക്റ്റ് സമയത്ത് ദുബായ് പണ്ടേ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മൂപ്പര് ഐഡിയ. അതെ എടാ പരിപാടി കഴിഞ്ഞടാ കഴിയുമ്പോഴാണ് വരുന്നത്. Hope you guys have enjoyed the video. ഒരുപാട് നല്ല മെമ്മറീസും മൊമെന്റ്സും പിന്നെ ഇതുപോലുള്ള കുറച്ച് നല്ല കോണ്ടന്റ്സും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ചാനൽ. ഈ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. അടുത്ത എപ്പിസോഡ് കാണാനും ഇതുപോലുള്ള കോണ്ടന്റ്സ് തുടർന്ന് കാണാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. The only intention is to entertain you guys, so keep watching, keep supporting. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Yeah.